എങ്കിൽ നീ എൻ്റെ അടുത്തേക്ക് ഒന്ന് വന്നേ. വൺസ് മോർ പ്ലീസ് ഡേ. ചി വിടരാ മാറി. നീ എന്തേ കാട്ടുന്നേ? നിങ്ങളെ കൊണ്ട് വല്ലാത്ത ശല്യമായിട്ടോ. എടാ പണ്ടത്തെ പോലെ ഒന്നല്ല, ഇപ്പം ഡോറൊക്കെ നോക്കി ചെയ്തിട്ട് വേണം കയറാം. ഛേ അവള് നല്ലൊരു റോൾ കയറിയത്. അവളോ? അല്ല അവളെന്താ പറഞ്ഞേ? യു ആർ മൈനെന്ന്. മൈനല്ല ദിലു, നീ എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. കുഞ്ഞു കുട്ടികൾ കാണുന്നതാ ഇരിങ്ങിട്ടല്ലോ. എടാ മരമണ്ട, അവൾ അവളുടെ പാട് നോക്കിപ്പോയി. നീ ഇവിടെ മറ്റേത് അലീഷ് നിന്നു. അല്ല പിന്നെ എന്താണ് നെക്സ്റ്റ് പരിപാടി? അപ്പൊ ഫ്യൂ മന്ത്സേക്കോ? അത് വേറെ ആലോചന ഇരുന്നല്ലേ. അവൻ്റെ ഒരു ഫ്യൂ മന്ത്സേക്കോ എന്റെ റബ്ബേ, ഇവര് 3 പേരും ഒരുമിച്ചാണല്ലോ വരുന്നേ. ഇനി ഞാൻ തേച്ചിന് പകരം ചോദിക്കാനാവോ? ഒരു ലൈന് സെറ്റ് ആയിട്ടുള്ളൂ. ഒക്കെ അവന്മാരെ കോളാക്കണ വരണ്ടാവും. അല്ല ഇതാര് മുഫിയോ? എത്ര കാലായിടി കണ്ടിട്ട്? നീ ഞങ്ങളെ മറന്നോ? എന്റെ പൊന്നു ബ്രദേഴ്സ്, ചതിക്കല്ലേ. ഈ കാണുന്നത് എന്റെ പുതിയ ബോയ് ഫ്രണ്ടാ. എനിക്ക് അവനെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്. അവൻ എന്നെ പോലെ ഒന്നല്ല. ഹിസ് പ്യൂർ ജെം. നിങ്ങളിത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ഫീൽ ആവും. ഞാൻ ഇനി അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. ഞാൻ ഡീസൻ്റായി. ദയവ് ചെയ്ത് ഈ കുടുംബം കലക്കരുത്. എന്റെ മുഫി, ഇവന് പകരം വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നീ ഈ പറഞ്ഞത് ഞങ്ങൾ എന്തായാലും ചെയ്തിട്ടുണ്ടാവും. പക്ഷേ റോഷനായതുകൊണ്ട് ഞങ്ങളത് ചെയ്യത്തില്ല. കാരണം ഇവനേക്കാൾ പെർഫെക്റ്റ് മാച്ചായ ഒരാൾ നിനക്ക് കിട്ടാനില്ല മോളെ. അവൻ ജെമ്മല്ല, അവൻ ഡയമണ്ടാണ്. കറക്റ്റ് നിനക്ക് മാച്ചാ. ഞങ്ങൾ അത്രയ്ക്കും മാച്ചാണോ? എനിക്ക് വയ്യ. എന്താണ് ഇവിടെ? എടാ ദിലു, എനിക്കൊരു കാര്യം പറയാണ്ട്, ഒന്നും ഇങ്ങോട്ട് വരുമോ? എന്താടാ റോഷ? ആദ്യം ഞാൻ മഹാ കോഴി ഇറന്നെങ്കിൽ കൂടിയോ? മുഫിയെ കണ്ട മുതൽ ഞാൻ ഡീസൻ്റായി. ഇനി പഴയ സ്വഭാവത്തിലേക്ക് ഒരു തിരിച്ചുപോക്ക് നെഹി. ഞാൻ പറഞ്ഞു പറഞ്ഞ വേറെ ഒന്നുമല്ല. നീ എൻ്റെ പഴയ സ്വഭാവത്തിനെ പറ്റി അവളോട് പറയരുത്. അവളുടെ മുമ്പിൽ ഞാനൊരു ഡീസൻ്റ് ആണ്. അപ്പോൾ നീ ഇത് അവരോട് കൂടി ഒന്ന് പറയും പ്ലീസ് ഡാ. ഇല്ലടാ, ഈ ജന്മത്തിൽ ഞാനത് പറയില്ല. കാരണം എനിക്ക് മുഫിയോട് ഒരു വല്ലാത്തൊരു കടപ്പാടുണ്ട്. പണ്ട് അവൾ എനിക്കൊരു ഹെൽപ്പ് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. ആ സഹായത്തിന് ഒരു പ്രത്യുപകാരമായിട്ട് നീ തന്നെ അവളെ കെട്ടണം. അതെൻ്റെ ഒരു വലിയ ആഗ്രഹം. അപ്പം ശരിയടാ, എനിക്കിവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ സംസാരിക്കും. എടാ ദിലു, അവനവൻ്റെ സ്വഭാവത്തെ പറ്റി പറയരുതെന്നാണോ പറഞ്ഞേ? ആടാ, നിനക്ക് എങ്ങനെ മനസ്സിലായി? തികച്ചും സ്വാഭാവികം, അതങ്ങനെ വരത്തുള്ളൂ. എടാ, നിനക്ക് അവളോട് സംസാരിക്കണ്ടേ? നൂഹയോട് നിന്റെ ഇഷ്ടം നീ പറഞ്ഞിട്ടില്ലല്ലോ. ഒരു ചാൻസ് എങ്കിലും ഒപ്പിച്ചേരാം. ആടാ, എനിക്ക് എങ്ങനെയും അവളോട് സംസാരിക്കണം. എൻ്റെ ഇഷ്ടം അവളോട് അറിയിക്കണം. നിങ്ങൾ ഇവരൊന്ന് മാനേജ് ചെയ്യുമോ? അപ്പത്തേനും ഞാൻ മോളിൽ പോയി അവിടെ സംസാരിച്ചിട്ട് വരാം. അവൾ പൊറ്റയ്ക്ക് പോകും. ചാൻസ് ഒക്കെ റെഡിയാക്കാം. പക്ഷേ റോഷനും മുഫിയും ഓക്കെ, അവർ താഴ്ത്താണ്. അവർ മോളിക്ക് വരാൻ ചാൻസ് ഇല്ല. ഭയങ്കര കൂടുതലാണ്. പിന്നുള്ളത് മുഫീദും ജാസ്മിനും. അവരവിടെ തന്നെയുണ്ട്. അവരെങ്ങനെയും ഒഴിവാക്കണം. എന്തായാലും നിങ്ങൾ വായോ, നമുക്ക് അവരോട് സംസാരിച്ച് നോക്കാം. എന്നിട്ട് നൈസായിട്ട് ഞങ്ങൾ താഴത്തേക്ക് കൊണ്ടുവരാം. ആ സമയത്ത് നീ അവളോട് സംസാരിച്ചോ. ജാസ്മിൻ, നീ ആരെയും പ്രണയിച്ചിട്ടുണ്ടോ മുമ്പ്? ഹേയ്, എനിക്കത് എന്താണെന്ന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ മുഫീദിനെ കണ്ടപ്പോഴാ ആ ഫീൽ ശരിക്കും എന്താണെന്ന് മനസ്സിലായത്. അയ്യോടാ, സോ ഇന്നസെന്റ്. എൻ്റെ റബ്ബേ, ഇങ്ങനൊരു പാവം കുട്ടീനെ നീ എൻ്റെ മുമ്പിൽ എന്നെ കൊണ്ടു തന്നല്ലോ. മുഫീദ്, ഒരു മിനിറ്റ്, വീട്ടിൽ നിന്ന് ഉപ്പ വിളിക്കുന്നുണ്ട്, ഒന്ന് സംസാരിച്ചിട്ട് ഇപ്പൊ വരാം. ഹലോ ജാസ്മിൻ, നീ ഇത് എവിടെയായിരുന്നു? എത്ര നേരമായിട്ട് വിളിക്കുന്നു? എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? നീ എന്നെ മറക്കാം. മറ്റന്നാ എൻ്റെ കല്യാണമാണ്. ഞാൻ എത്ര പറഞ്ഞിട്ടും നിന്റെ കാര്യം വീട്ടിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എനിക്ക് നിന്നെ മറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരുമിച്ച് ജീവിക്കും.
നീ എല്ലാം മറക്കണം. ഇർഫാൻ, ഐ മിസ് യു. ഇനിയിലേക്ക് വിളിക്കണ്ട. ജാസ്മിൻ ഫോൺ വിളിച്ചു കഴിഞ്ഞോ? എന്ത് പറയുന്നു ഉപ്പ? ഒന്നുമില്ല. എന്നാ വരാ ചോദിച്ച് വിളിച്ചതായിരുന്നു. ഞാൻ പറഞ്ഞ് ഇപ്പം എന്നൊന്നും വരത്തില്ലെന്ന്. ജാസ്മിൻ ഒരു ഉമ്മ തരും. എനിക്ക് നാണോ വരുന്നു. വായോ, നമുക്ക് റൂമിലേക്ക് പോകാം. അതാവുമ്പോൾ ആരും കാണത്തില്ല. എന്റെ ജാസ്മിൻ, നിന്നെ ഞാൻ കൊല്ലൂടി. എടാ, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നേ? അവൻ ആ റൂമിലേക്ക് പോകുമ്പോൾ വേഗം വിളിച്ചോ, ഇല്ലെങ്കിൽ അവന്റെ പൂട്ടി പോലും ബാക്കി കിട്ടത്തില്ല. എടാ മുഫീദേ, ഇന്ന് വന്നേ. കറക്റ്റ് സമയത്ത് തന്നെ വന്നു. എന്താടാ? എടാ ബോറടിക്കുന്നടാ. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഒളിച്ചുകളി കളിച്ചാലോ? പണ്ട് കളിച്ചുള്ളതല്ലേ. വായോ, ജാസ്മിനെ കൂടി വിളിക്കാം. അത് ശരിയാലോ? അതൊരു രസമായിരിക്കും. അതാവുമ്പോ ഒളിച്ചു കളിക്കുമ്പോൾ ജാസ്മിനോട് കിസ്സടിക്കും ചെയ്യാം. കലക്കി. ജാസു വായോ, നമുക്ക് താഴത്ത് പോയിട്ട് ഒളിച്ചു കളിക്കാം. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. താഴത്ത് മാത്രം വിളിക്കാൻ പാടുള്ളൂ, മുകളിലേക്ക് പോകാൻ പാടില്ല. നമുക്ക് മുഫിയ റോഷനെ കൂടി വിളിക്കാം. നമുക്ക് കളിക്കണ്ട മുഫീദേ. എടി ജാസു, ഇത് പറ്റിയ ചാൻസാണ്. ഇവന്മാരുണ്ടുമ്പോൾ നമ്മൾക്ക് രണ്ടുപേർക്കും ഒരു റൂമിൽ പോയി ഒളിക്കാടി. അപ്പം നമുക്ക് കിസ്സടിക്കും ചെയ്യാം, ആരും വരത്തില്ല. എങ്ങനെയുണ്ടായിരിക്കും? എങ്കിൽ ഞങ്ങളുണ്ട്, വേഗം വായോ. നീ വരുന്നില്ലേ? അവനെന്തോ തലവേദന അത്ര, അവൻ വരുന്നില്ലാന്ന്. എനിക്കൊരു കാര്യം ചെയ്യുക, നീ മോളിൽ ഇരുന്നോ, താഴത്തേക്ക് വരണ്ട. ഞങ്ങൾ കളിക്കുമ്പോൾ ബഹളം ഉണ്ടാവും, അപ്പൊ തലവേദന കൂടത്തേ ഉള്ളൂ. നീ ഒരു കാര്യം ചെയ്യുക, ഇവിടെ ഇരിക്കുക. നൂഹ ഉണ്ടാവും നിന്റെ കമ്പനിക്ക്. അപ്പൊ ശരിയടാ, ബൈ. കാണുവേ, പോവാൻ നോക്ക്. ആരും ഇങ്ങോട്ട് വരത്തൂല, ഞാൻ ഇവിടെ നിന്ന് പോകത്തൂല. നീയല്ല പറഞ്ഞേ നിന്റെ പ്രണയം എനിക്ക് അറിയണ്ടേന്ന്. എനിക്കറിയണം. ഞാൻ പറഞ്ഞില്ലേ അത് മാഗസീന് സ്റ്റോറി എഴുതിയതാണെന്ന്. നീ ഇപ്പോഴും വിശ്വസിക്കുന്നില്ലേ? എടി മരമണ്ടി, റോഷൻ എല്ലാം പറഞ്ഞു എന്നോട്. നീ മാഗസീനിൽ നേരെ ചാടി റോഷന്റെ അടുത്ത് പോയോ? അവൻ നിന്നെ ഫ്ലോട്ട് ചെയ്യാന്? എല്ലാം അറിഞ്ഞു അല്ലേ. പക്ഷെ റൂമിൽ കയറാനൊന്നും പറ്റത്തില്ല. പുറത്തു പോ, ആരെങ്കിലും വന്ന പ്രശ്നം. ഞാൻ പറഞ്ഞില്ലേ ആരും വരില്ലാന്ന്. Baby, you were the one, the only one. Baby, you're one of a kind. This is our time, baby, you know what I want, know what I want. Girl, you're super fine, you should be mine. What can I get you out of my mind? This is our time, baby, you know what I want, know what I want. എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. നൂഹ, നീ വരുന്നുണ്ടോ? ഞങ്ങൾ താഴത്ത് കളിക്കുവാ. ഇല്ല, ഞാൻ വരുന്നില്ല. ഞാൻ കുളിക്കാൻ പോവാ. ഏതായാലും നീ അങ്ങനെ പറഞ്ഞ സ്ഥിതി ഇനി എന്നെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല. ഞാൻ മരിച്ചു പോകും. എടാ ദിലു, നിനക്ക് എന്താ പറ്റിയ? നീ എന്താകാൻ നനഞ്ഞു പോകുന്നേ? ഒന്നുമില്ല, തലവേദന കൂടിയപ്പോ ഒന്ന് ഷവർ ചെയ്തതാ. ഞാൻ വീട്ടിലേക്ക് പോട്ടെ, മൊത്തത്തിൽ ഓക്കെ അല്ല. ആശി, അവൻ കിസ്സടിച്ചു എന്നാ തോന്നുന്നു. നീ വന്നേ, മതി കളിച്ചത്. ഡാ ദിലു, നീ ഇത് ഏത് ലോകത്താ? അല്ലെങ്കിൽ ബോധല്ല, നീ ഉള്ളത് കൂടി പോയി. നിങ്ങളൊന്ന് പോയേ, ഞാൻ ഒന്ന് ഫ്രീ ആയിട്ടിരിക്കട്ടെ. എൻ്റെ മൈൻഡ് തീരെ ശരിയല്ല. എടാ ദുഷ്ട, ഇപ്പം ഞങ്ങൾ വേണ്ടല്ലേ? എടാ നീ എന്തിനാ മോളിക്ക് പോയത്? പക്ഷെ നീ എങ്ങനെ തിരിച്ചു വന്നേ? ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഷോ, ഒന്ന് പോയിരുന്നു. ആ ഫീല് തരെ പോയിട്ടില്ല. എടാ എനിക്ക് വയ്യ. എന്താണോ നിനക്കെന്താ വയ്യേ? ഉമ്മ ഒറ്റയ്ക്ക് ജോലി എടുത്ത് മടുത്തല്ലേ?
ഞാനൊരു കല്യാണം കഴിക്കാറുന്നെങ്കിൽ ഉമ്മക്ക് സഹായത്തിന് ആളായിരുന്നല്ലേ? ഹേയ്, എനിക്കൊരു കുഴപ്പമില്ലല്ലോ. എന്നെ സഹായിക്കാൻ വേണ്ടി നീ കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ജോലിക്കാരി നിർത്തി തീരുന്ന കാര്യമില്ലല്ലോ. കല്യാണം കഴിക്കണത് ഇപ്പോൾ ജോലിക്കാരി ആവാനാണോ? നീ ഒന്ന് പോയടാ. തൊള്ള സമ്മതിക്കില്ല. ഉമ്മ, അതെ, എൻ്റെ ഫ്രണ്ട്സുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. അവരൊക്കെ ചോദിക്കാൻ തുടങ്ങി, നിന്റെ ഉമ്മ നിന്നെ കെട്ടിക്കുന്നില്ലേ? എൻ്റെ ഉമ്മ ഞാൻ അവരോട് പറയണ്ടേ? പോയി പണി വെക്കാൻ പറയടാ. നീ അതൊന്നും കാര്യമാക്കണ്ട. നീ ചെറിയ കുട്ടിയല്ലേ. നിന്റെ മൂത്ത ആഫി ആവശ്യമൊക്കെ നിൽക്കുന്നുണ്ടില്ലേ? അവരെ കെട്ടൊക്കെ കഴിയട്ടെ, എന്നിട്ട് മതി. ഈ മുതുക്കന്മാർ കെട്ടാതെ നിൽക്കണ കാരണം എൻ്റെ വീട്ടിൽ നടക്കാത്ത. ഇവന്മാർക്ക് ഗേൾ ഫ്രണ്ട്സ് ഒന്നുമില്ല. പറഞ്ഞത് ശരിയാണല്ലോ, അത് കണ്ടുപിടിക്കണം. എടാ അഫി, ആഷി, നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ട്സ് ഒന്നുമില്ലേ? ഏയ്, ഞങ്ങൾക്ക് ഗേൾ ഫ്രണ്ട്സ് ഒന്നുമില്ല, ഞങ്ങൾ സിംഗിളാണ്. ഇവന്റെ വീട്ടുകാരും പറയുന്നുണ്ട്, എൻ്റെ വീട്ടുകാരും പറയുന്നുണ്ട് ഒരു കല്യാണമൊക്കെ നോക്കിക്കുന്നു. പക്ഷെ ഞങ്ങൾക്ക് താല്പര്യമില്ല. എടാ, എന്നാ എനിക്കൊരു കാര്യം പറയണം. ഞാൻ ഇന്ന് ഉമ്മാനോട് എന്നെ കല്യാണത്തിനെ പറ്റി പറയപ്പോൾ ഉമ്മ പറയേ നിങ്ങളെ കെട്ട് കഴിയാത്ത എൻ്റെ കല്യാണം നോക്കത്തില്ലെന്ന്. എടാ, വല്ലവന്മാരെ പിടിച്ച് കെട്ടാൻ നോക്കടാ പ്ലീസ്, എനിക്ക് വേണ്ടി. അയ്യടാ, അങ്ങനെ കെട്ടാനൊന്നും പറ്റത്തില്ല. ഒന്നാമത് ഞങ്ങൾക്ക് ഗേൾ ഫ്രണ്ട്സ് ഒന്നുമില്ല. പിന്നെ പെട്ടെന്ന് പോയിട്ടൊരു പെണ്ണെ കെട്ടാനൊന്നും കിട്ടത്തില്ല. 27 വയസ്സ് കഴിഞ്ഞാൽ മാർക്കറ്റ് കുറവാണെന്നാണ് പറയുന്നത്. പിന്നല്ലേ, അതൊന്നും നടക്കുന്ന കാര്യമില്ല. നിനക്ക് കെട്ടണമെങ്കിൽ നീ പോയി കെട്ടടാ. ആയിക്കോട്ടെ, എങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ നിൽക്ക്. ഞാൻ എന്തെങ്കിലും വഴിയുണ്ടാ നോക്കിയോ. കറക്റ്റ് സമയത്താ നീ വന്ന്. ഇവിടെ ബോറടിച്ചിരിക്കുമായിരുന്നു. വാ, നമുക്ക് കമ്പനി അടിക്കാം. എടാ, ഞാൻ ഇപ്പൊ വരാവേ. ഇല്ലെങ്കിൽ ആ ജാസ്മിനെ അവളുടെ സ്വഭാവം നേരെ പഠിപ്പിച്ചു കൊടുക്കും. അല്ല, ഇതാരെ നൂഹയോ? കറക്റ്റ് സമയത്ത് നീ വന്നേ. നിന്റെ ഒരു ഹെൽപ്പ് എനിക്ക് ആവശ്യമുണ്ട്. ഒന്ന് എൻ്റെ കൂടെ വരുമോ? ഞാനില്ല, എനിക്ക് വീട്ടിൽ പോകണം. നീ വീട്ടിൽ പോയിക്കോ, പക്ഷെ എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ട് പോയാൽ മതി. അല്ലാതെ മോൾ ഇവിടുന്ന് പോകത്തില്ല. വന്നേ. നിന്റെ റബ്ബേ, എന്റെ പൊന്ന് തിലു, ഇങ്ങനത്തെ പോലെ ഒന്നും കാണിക്കല്ലേ. ഇന്നലെ രാത്രി ഞാൻ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. അയ്യോ, എന്താ പോലെ എല്ലാവർക്കും ഡൗട്ട് അടിക്കും. ഞാനെന്ത് നിലാവത്തെ അയച്ചിട്ട കോഴിനെ പോലെ നടക്കുന്നതെന്ന് ഉമ്മ പറയുന്നത്. വേണ്ട. എൻ്റെ പൊന്നു നൂഹ, എൻ്റെ ഇഷ്ടം കൊണ്ടല്ലേടി. ഞാൻ വീട്ടിൽ നിന്റെ കാര്യം പറഞ്ഞു. പക്ഷെ ഉമ്മ എന്നെ ഇപ്പം തന്നെ കെട്ടിക്കണ ഒരു ലക്ഷണം കാണുന്നില്ല. എന്തേലും ഒരു വഴി ഉണ്ടാക്കണം. അല്ല നൂഹ, ഇന്നലെ എന്ത് ഫീൽ ഉണ്ടായിരുന്നു? അതിപ്പോ മോനെ അറിയണ്ട. ദിലു, സത്യം പറഞ്ഞ ഇതൊക്കെ ശരിക്കും നടക്കുന്നതാണോ അത് വെറും എൻ്റെ സ്വപ്നമാണെന്ന് തോന്നിപ്പോകും. താങ്ക് യു. എനിക്ക് തന്നെ എന്ത് ഇഷ്ടമാണെന്നറിയോ? ഉമ്മ പറഞ്ഞു നിനക്ക് സ്ട്രോബെറി ഫ്ലേവറിലെ ക്യാൻഡീസ് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കയ്യിൽ കുറച്ച് ക്യാൻഡീസ് ഉണ്ട്, തരട്ടെ ഞാൻ നിനക്ക്? Baby, you are the one, the only one. Baby, you're one of a kind. This is our time, baby, you know what I want, know what I want. Girl, you're super fine, you should be mine. What can I get you out of my mind? This is our time. ദിലു മതി, ഇതൊന്നും എനിക്ക് താങ്ങാൻ പറ്റുന്നതല്ല കേട്ടോ. ഇഷ്ടമൊക്കെ വേറെ, പക്ഷേ ഇതൊക്കെ വല്ലാത്ത ഫീലാ. എന്ത് നാണം വന്നോ? റോഷൻ, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. എൻ്റെ റബ്ബേ, ഓളെ മുഖം കണ്ടിട്ട് എന്തോ സീരിയസ് ആണെന്ന് തോന്നുന്നു. ഇനി ചിലപ്പോ മുഫീദിന് അവളെ ടൈം പാസിന് നോക്കിയിരിക്കോ? എനിക്ക് വയ്യ. എടാ റോഷ, നമ്മുടെ കാര്യം വീട്ടിൽ അറിഞ്ഞാല് അവരത് അംഗീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്കെന്തോ പേടിയാവുന്നു. നമുക്കിനി ഇതൊന്നും വേണ്ടടാ. ഇനി അവർ തീരുമാനിക്കുന്ന ഒരാളെ നമ്മൾ കല്യാണം കഴിച്ചാൽ മതി. അല്ലാതെ നമുക്കിനി നല്ല ഫ്രണ്ടായിട്ട് തന്നെ തുടരാം. അയ്യേടാ, എൻ്റെ പൊന്ന് ജാസു, നിനക്ക് മുഫീദിന് ഇഷ്ടമുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ പോരെ? ഈ ഡയലോഗ് ഞാൻ എടുത്ത് നിനക്ക് പഠിപ്പിച്ചതന്നെ. ആ സാധനം എൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോയി ഇറക്കുന്നോ? എനിക്ക് മനസ്സിലായി നിനക്ക് അവന് ഇഷ്ടമാണ്. ഇതൊക്കെ ശരിക്കും തന്നെടാ. എനിക്കെന്തായാലും മുഫിയെ ഇഷ്ടമാണ്. ഞാൻ എങ്ങനെ നിന്നോട് പറയാന്ന് വിചാരിച്ച് നിൽക്കില്ല. അപ്പൊ അതിൻ്റെ ഇടയിൽ അവള് വന്നിട്ട് എന്റെ റോഷ, നീ എന്റെ പൊന്ന്. നിന്നെ കഴിഞ്ഞോടെ എനിക്ക് അറിയാം. മുഫീദ് പോലും പിന്നല്ല, നീ എൻ്റെ പൊന്നല്ലടി. നിന്നെ പിരിയണ കാര്യം എനിക്ക് ആലോചിക്കാനോ വയ്യ. നമുക്കൊരു കാര്യം ചെയ്യാലോ. ഞാൻ സീരിയസ് ആയിട്ട് മുഫീദിനും നീ സീരിയസ് ആയി മുഫീനെ നോക്കി.
എന്നിട്ട് നിങ്ങൾ കല്യാണം കഴിച്ചോ, ഞങ്ങളും കല്യാണം കഴിക്കാം. എന്നിട്ട് ടൈം പാസിൽ നമുക്ക് വഴി നോക്കിയാലോ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് പൊളിക്കാം. അല്ലാണ്ട് നമ്മൾ രണ്ടും ഇല്ലാണ്ട് ശരിയാവില്ലടാ. ഉമ്മ, ആ നൂഹ നല്ല കുട്ടിയാലേ, എന്ത് നല്ല സ്വഭാവാ. മുഫീനെ പോലെ ഒന്നുമല്ല. എനിക്ക് നല്ല ഇഷ്ടമായി, കാണാനും നല്ല ഭംഗിയുണ്ട്. എനിക്കറിയാം, ഞാൻ നിന്നോട് പറയാൻ വേണ്ടിയിരിക്കുകയായിരുന്നു. എനിക്ക് അവളെ നല്ല ഇഷ്ടമാടാ. എന്ത് ഭംഗിയെ കാണാൻ, അതിനനുസരിച്ച് സ്വഭാവം. എനിക്ക് അങ്ങനെ ഒരു മോൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോയി. എന്തായാലും അത് നടക്കത്തില്ല. പിന്നെ എനിക്ക് വേറെ ഒരു ഐഡിയ തോന്നിയത്, എടാ നമ്മുടെ അഫീഫിന് അവളൊന്ന് ആലോചിച്ചാലോ. പറയട്ടെ തള്ളേ, നിങ്ങൾക്കൊരു മോന് ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, അത് പോരാഞ്ഞിട്ടാണ് അവനെ പിടിച്ച് കെട്ടിക്കാൻ നോക്കുന്നത്. നിങ്ങൾക്ക് മോളല്ല മരുവള വേണ്ടിക്ക് നിങ്ങളെ മോനെ കൂടെ കെട്ടിക്ക്. അവനക്ക് കല്യാണം ആലോചിക്കാൻ വേണ്ടി നിൽക്കുന്നു. എനിക്ക് അവളെ ഇഷ്ടമാണെന്നാ പറഞ്ഞത്, അവൾക്ക് എന്നെയാണ്. ഉമ്മ ഇത് നടത്തി തരണം. എടാ മൂത്തനായി, ഇജിന്നെ തള്ളെ വിളിച്ചല്ലേ, അതും പറട്ടെ തള്ളെ വിളിച്ചല്ലേ. നീ നോക്കിക്കടാ, നിനക്കോളെ ഞാൻ കെട്ടിച്ചു തരില്ല. ഞാൻ അവനെ കൊണ്ട് തന്നെ കെട്ടിക്കും. എടാ മോനെ അഫി, ഇവനത് എവിടെ പോയി കിടക്കാൻ? എൻ്റെ പൊന്നുമ്മ, ഞാനൊരു ഫ്ലോയിൽ പറഞ്ഞു പോയതാ. എനിക്ക് അവളെ കല്യാണം കഴിച്ചതാ അമ്മ. ഞങ്ങൾ രണ്ടുപേരും നല്ല ഇഷ്ടത്തിലാണ്. പ്ലീസ് മമ്മ, എൻ്റെ പൊന്നല്ലേ. എടത്തിലും മിണ്ടാത്തന്നെ. ഞാൻ ഇനിയുമുണ്ടോ, എനിക്ക് അവളെ കെട്ടിച്ച് തരുന്ന വരമുള്ളൂ. പ്ലീസ് ഉമ്മ. എൻ്റെ പൊന്നുതിരു സമ്മതിച്ചു, നിനക്കെന്നെ കെട്ടിച്ചേരാം. നീ ഒന്നും മിണ്ടാതേക്ക്, അവിടെ സംസാരിക്കാൻ ശ്രദ്ധിച്ചു നോക്കി. നിങ്ങളെന്താ കേൾക്കുന്നേ? ഞങ്ങളുണ്ട്. എൻ്റെ പൊന്നു കുണുവാവല്ലേ, ഇക്കാനോട് പിണങ്ങല്ലേ. എൻ്റെ മുത്തിന് ദേഷ്യം വരുന്ന രീതിയിൽ ഇനി ഒന്നും ചെയ്യത്തില്ല. എൻ്റെ പൊന്നല്ലേ. എടാ, ആഫിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ? അവൾ ഈ റൂമിണ്ടെന്ന് തോന്നുന്നു. പടച്ചോനെ, ഇനി എൻ്റെ മുഫി എങ്ങനാവോ? എൻ്റെ വാവല്ലേ, പിണങ്ങിയിട്ട് മിണ്ടാതിരിക്കല്ലേ. ഇക്കാന്റെ കുണുവാവല്ലേ. ഒരു ഉമ്മ തന്നെ. എടാ ഫോൺ ചെയ്യേ തോന്നുന്നു. കുണുവാവ. എടാ ആഫി. എടാ അഫീഫേ, ഇവനാണോ നിന്റെ കുണുവാവ? അമ്മായി, ഞങ്ങള് വെറുക്കല്ലേ, പറ്റിപ്പോയി. അപ്പോഴും പറഞ്ഞതാ വേണ്ട വേണ്ട. ആരും ആരോട്? ഞങ്ങളോട് തന്നെ പറഞ്ഞത്, പക്ഷെ കേട്ടില്ല. എന്നാലും വേണ്ടില്ല മക്കളെ. നിങ്ങൾ എങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്കും തോന്നിയിരുന്നു, ഇവനേക്കാൾ നിന്നെ സ്നേഹിക്കാൻ പറ്റുന്നതും നിന്നെ പോലെ അവനെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരാളെ നിങ്ങൾക്ക് ഈ ജന്മത്തിൽ കിട്ടാൻ പോണില്ല. ദിലു, പോവല്ലടാ, ഒന്ന് നിന്നേ. ഇല്ല ഫിഫെ, ഇനി നീ വിളിച്ചാൽ ഞാൻ കേൾക്കില്ല. ഇനി എൻ്റെ പേര് പോലും നിങ്ങൾ വിളിച്ചു പോയി. ദിലു പ്ലീസ്, പറ്റിപ്പോയടാ. ഞങ്ങൾ പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മുഫി ചീറ്റ് ചെയ്തതിൻ്റെ ശേഷം അറിയാണ്ട് എങ്ങനെ അങ്ങനെ ആയിപ്പോയി. പിന്നെ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെ എടുക്കാന്ന് പോലും അറിയില്ല. പ്ലീസ് എടാ, ഒന്ന് മനസ്സിലാക്ക്. ഇനി നീ മിണ്ടരുത് ആഷിക്കേ. എനിക്ക് അഫിയോട് പറയാനുള്ളതാണ് നിന്നോടും പറയാനുള്ളത്. എങ്ങനെ പറ്റിയടാ നിനക്കൊക്കെ? വേണ്ടട ദിലു, അവൻ തകർന്നു പോവോടാ. അവൻ എപ്പോഴും എന്നോട് പറയുന്നുണ്ട് ഈ കാര്യത്തെക്കുറിച്ച് നിന്നോട് പറയാന്ന്. നീ ഇങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ അവനോട് പറഞ്ഞൊന്നും പറയണ്ട. എടാ, ഇത് വേണോ വെച്ചിട്ടല്ല, അറിയാണ്ട് സ്നേഹിച്ചു പോയടാ. പിരിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാ. ഞങ്ങളും മനുഷ്യന്മാരാടാ. നിങ്ങൾ എന്തൊക്കെയോ പറയുന്നത്? നിങ്ങൾ എന്നെ കുറിച്ച് അങ്ങനെയാണോ വിചാരിച്ചിട്ടുള്ളത്? ഞാൻ ജസ്റ്റ് ഒരു നമ്പർ ഇട്ടതല്ലേ. അമ്മു അല്ല നൂഹാന്ന് പറഞ്ഞപ്പോ, പിന്നെ ജാസ്മിൻ എന്നെ തേച്ചെന്ന് പറഞ്ഞപ്പോ എന്താ രണ്ടുപേരും ഇവിടെ കിടന്ന് കാട്ടിക്കൂട്ടി.
അതിനൊന്ന് പകരം വീട്ടണ്ടേ? ഇപ്പൊ എനിക്കൊരു ആശ്വാസമായി. നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെങ്കിൽ പിന്നെ എനിക്കെന്ത് പറയാനാണ്? എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. ഉമ്മ പറഞ്ഞ പോലെ നിങ്ങളെപ്പോലെ നിങ്ങൾ തന്നെയുള്ളൂ. എനിക്ക് സന്തോഷമായി. ഇതിനാരും എതിര് പറയും. ഇനി പറഞ്ഞാൽ തന്നെ നിങ്ങൾ ഇങ്ങോട്ട് പോരെ, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഇവിടെ തന്നെയല്ലേ. പിന്നെന്താ പേടിക്കുള്ളത്? നിങ്ങൾ ആരും അംഗീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കും. എന്നാലും രഫി, നിന്റെ കുണുവാവ എനിക്കത് കാണുമ്പോഴാണ്. എന്റെ ജാസ്മിൻ, ശരിക്കും മുല്ലപ്പൂവിന്റെ മണം നിനക്ക്. ശരിക്കും തന്നെ റോസാപ്പൂവിൻ്റെ മണം. നമുക്ക് താഴത്ത് കിടന്നാലോ? ചിലപ്പോൾ കട്ടലൊടിയും. വന്നേ, താഴത്തേക്ക് താഴത്ത്. ഇത് പറയാൻ പാടുമെന്ന് എനിക്കറിയില്ല. എങ്കിലും നമ്മൾ പുതിയ ലൈഫിലേക്ക് പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും നീ അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നീ എൻ്റെ ലാസ്റ്റ് ലവാണ്. ഇനി അങ്ങോട്ട് നീ മാത്രമായിരിക്കും എൻ്റെ പ്രണയം. ഇതിനു മുമ്പ് ഞാൻ കുറേ ആളെ പ്രണയിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് നിന്നോട് തോന്നിയൊരു ഫീല് വേറെ ആരോടും തോന്നിയിട്ടില്ല. സെയിം പിച്ച്. എനിക്കിത് തന്നെ പറയാനുള്ളത്. ഞാൻ ഇതുപോലെ കുറേ ആളെ പ്രേമിച്ചിട്ടുണ്ട്. പക്ഷേ പ്രണയം ഒരു അത്ഭുതമായി തോന്നിയത് നിന്നെ കണ്ട മുതലാണ്. കുറേ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 3 എണ്ണം. ആ, ഒരേ സമയം 3 എണ്ണത്തിനൊക്കെ നോക്കിയിട്ടുണ്ട്. അങ്ങനെ കുറേ 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 പ്രാവശ്യം നോക്കിയിട്ടുണ്ട്. എത്രയെന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് എനിക്കൊരു 1 സൈഡ് ലവ് ആയിരുന്നു. അത് നമ്മളെ മരിച്ചുപോയ ദിലുൻ്റെ ഉപ്പല്ലേ, അയാളോടെ. അത് ഞാൻ പറയുകയൊന്നും ചെയ്തില്ല. പിന്നെ ദിലുവിന് അയാളെ കട്ടായപ്പോൾ ഞാൻ ദിലുവിനെ പ്രണയിച്ചു. ആ സമയത്ത് തന്നെ അഫീഫ് ഖാനോടും ആഷിഖ് ഖാനോടും ഒരു ക്രഷ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അതൊക്കെ ഒഴിവാക്കി. അവിടെ നിന്ന് പിറ്റത്തെ മാസം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു ഏട്ടൻ വന്ന് താമസിച്ചു. ജാതി മതമൊന്നും പ്രണയത്തിനില്ല എന്നല്ലേ. അതുകൊണ്ട് ഞാൻ പുള്ളിനും പുള്ളിൻ്റെ അനിയനും ഒരുമിച്ച് പ്രണയിച്ചു. അപ്പോൾ പിന്നെ അത് ശരിയായില്ല. അവർ വേറെ കല്യാണം പ്രതീക്ഷിച്ചു. അത് കഴിഞ്ഞ് ഞാൻ സ്കൂളിലെ 3 ആൾക്കാരെ പ്രണയിച്ചു. ഇതിനൊരു അന്ത്യമില്ലേ? മതി മോളെ. മോളെ നൂഹ, നീ അവിടെ വിളിച്ചിരുന്നിട്ട് ഒരു കാര്യമല്ല. നീ വരുന്നുണ്ടോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? ദിലു, സത്യം പറഞ്ഞ എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. എന്നെ ഒന്നും ചെയ്യല്ലേ. അയ്യോടാ, ആ പറച്ചിൽ കേട്ടാ എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റൂ തോന്നുന്നുണ്ടോ? ഇങ്ങോട്ട് വന്നേ നീ. അമ്മായി, ഞങ്ങളൊരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. എന്താ അമ്മായിയുടെ അഭിപ്രായം? ഹേയ്, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ദിലുവിൻ്റെ ഈ പോക്ക് കണ്ടിട്ട് അവനിവിടെ ഒരു നഴ്സറി തുടങ്ങാൻ തന്നെ പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു. അതിലേതെങ്കിലും ഒന്നിനെടുത്താൽ മതി. എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്? ഉമ്മ, ഇന്ന് നിങ്ങള് ആഷിഖിന്റെ അല്ലെങ്കിൽ അഫീഫിന്റെ വീട്ടിലേക്ക് പോവോ? ഒരാഴ്ച കഴിഞ്ഞ് വന്നാൽ മതി. അയ്യടാ, അത് വല്ലാണ്ട് കുറഞ്ഞു പോയല്ലോ. ഒരു മാസം നിൽക്കാടാ. അല്ലാ, എന്റെ പൊന്നാരമ്മ, നിങ്ങളെപ്പോലെ ഒരു ഉമ്മ വേറെ ആർക്കും കിട്ടില്ല. അതെ, പോകുമ്പോ മക്കളെ കൂടി കൊണ്ടുപോകണേ. എന്റെ പൊന്നാരമ്മായി, ഞങ്ങളുടെ വീട്ടിലേക്ക് 4 പ്രാവശ്യം അവൻ അയച്ചിട്ടുണ്ടോ ആ 4 ട്രോഫികളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇനി അതിനെ പറക്കിയിട്ട് പോയി കഴിഞ്ഞാൽ അടുത്തത് 5ാമത് ഒന്നുകൂടിയും വരും. എന്റെ ദിലു. അഫീഫെ, നീ എൻ്റെ ഉമ്മാനും എൻ്റെ 4 ട്രോഫികളും പിന്നെ നിന്റെ കുണുവാനം പറക്കിയിട്ട് നിന്റെ വീട്ടിലേക്ക് പോയില്ലെങ്കിൽ ഞാൻ ഇപ്പം നിന്റെ ഉപ്പാക്ക് വിളിച്ച് പറയും. നീയും നിന്റെ കുണുവാവ് ഇവിടെ ലിവിങ് ടുഗദറാണ്. ഇതിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് എൻ്റെ ഉമ്മയാണെന്നും പറയും. വേണോ? വേണ്ട, ഇപ്പം തന്നെ പോയിക്കോളാം. അമ്മായി ഒക്കത്തിനും പറക്കി കാറിലിട്. പോവാം വേഗം. ഉമ്മ, എങ്കിൽ ഞാൻ കൂടി വന്നോട്ടെ. എന്ത് കാര്യത്തിന്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഞാനതിന് വരെ പറഞ്ഞേക്കുന്നേ. നീ പോവണ്ട, നിന്നോട് എനിക്ക് കുറച്ച് സംസാരിക്കണം. എന്നാലും ഇങ്ങനൊരു മാറ്റം ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. ഈ സ്വഭാവം ഉണ്ടാവാ ഒന്നെങ്കിൽ റോഷൻ അല്ലെങ്കിൽ മുഫീദിനാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അവര് കെട്ടുകഴിഞ്ഞപ്പോൾ ഡീസൻ്റായി. ഇവനോ എൻ്റെ പൊന്നു മോനെ. അതെന്താന്ന് വെച്ചാലേ, എൻ്റെ റോൾ മോഡൽ എൻ്റെ ഉപ്പയല്ല, എൻ്റെ ഉപ്പുപ്പയാണ്. അതിന് ചില പ്രശ്നങ്ങളാണ്. ശരിയാവൊന്നും തോന്നുന്നില്ല. മോൻ്റെ പണി നോക്കിയിട്ട് ഇവരും പറക്കിയിട്ട് വിടാന്നു. ആ, ഇതപ്പോൾ ഏത് വഴിക്കാണ് പോകണമെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ പൊന്നൂഹ മോളെ, നീ ഇവനെ ഡിവോഴ്സ് ചെയ്ത് നിന്റെ വീട്ടിൽ പോയി നിൽക്കാൻ നോക്ക്. എൻ്റെ ഫുൾ സപ്പോർട്ട് നിനക്കുണ്ടാവും. ഇവൻ്റെ ഉപ്പുപ്പാക്ക് മക്കൾ 13. ഇവൻ്റെ ചാട്ടപ്പ എങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലായി.